റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഹസ്സൻ റളിയല്ലാഹു അൻ. അവര് വഫാത്തായപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് തന്നെയാണ് ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെയും മറവ് ചെയ്തത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്താണ് ഹസ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എന്നത് പ്രസിദ്ധമായ കാര്യമാണ്. അതിനാൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബറും അവിടെ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. മാത്രവുമല്ല, മഹാനായ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻ, അബുൽ അബ്ബാസുൽ മുർസി, മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ മഹാനായ യാഖൂത്തുൽ അർശി റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെ തുടങ്ങിയ 10,000 വരുന്ന ഔലിയാക്കളുടെ ഗുരുനാഥനായ മഹാനാണ് അബുൽ അബ്ബാസി റളിയല്ലാഹു അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻ. എല്ലാ ദിവസവും മദനിയത്തില് നമ്മൾ ഫാത്തിഹ ഓതുന്ന കൂട്ടത്തിൽ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിനെ നമ്മള് പ്രതിപാദിക്കാറുണ്ട്. ഒരു ഫാത്തിഹ ഓരോ പേരിലാണ് നമ്മൾ ഓതാറുള്ളത്. എല്ലാ ദിവസവും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുന്ന കൂട്ടത്തിൽ ഒരു മഹാനാണ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലാണ് മഹാനവറുകൾ ഉള്ളത്. മഹാനവറുകളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്. ആ മഹാനവറുകൾ ഒരിക്കല് ജന്നത്തുൽ ബഖീൽ സിയാറത്തിന് ചെയ്യാൻ വന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബയുണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ മദീനയിലെ ഓരോ ഖബറിന്റെ മുകളിലും ഖുബ്ബകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് എടുത്തു മാറ്റിയതും തച്ചുടച്ചതുമൊക്കെയാണ്. അംഫറിന്റെ നേതൃത്വത്തിലുള്ള ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ മദീനയിലെയും മക്കയിലെയും ഒരുപാട് മക്ബറുകൾക്ക് മുകളിലുള്ള കുബ്ബകൾ പൊളിച്ചു മാറ്റപ്പെട്ടു. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ വലിയ കുബ്ബയുണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ ജന്നത്തുൽ മുഹല്ലയുടെ ഫോട്ടോ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ വലിയ കുബ്ബകൾ ഉണ്ടായിരുന്നു. എല്ലാം തച്ചുടച്ചതാണ്. അംഫറിന്റെ ചാരന്മാർ, ബ്രിട്ടീഷുകാരുടെ ചാരന്മാരായി കടന്നു വന്ന അംഫർ, ആ അംഫർ എന്ന് പറയുന്ന ചാരൻ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളെ സ്വായത്തമാക്കി അവരെ വശീകരിച്ച് അങ്ങനെ അവരിലേക്ക് അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത കാര്യങ്ങളെ വളരെ തന്ത്രപരമായി പറഞ്ഞുകൊടുത്ത് അങ്ങനെ മക്കയിലെയും മദീനയിലുമെല്ലാം ഖബറുകൾക്ക് മുകളിലുണ്ടായിരുന്ന കുബ്ബകളൊക്കെ പൊളിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ, അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മുകളിൽ കാണുന്നത് പോലെയുള്ള അവിടെ പച്ച കുബ്ബയായിരുന്നുവെങ്കിൽ ഇവിടെ വെളുത്ത നിറത്തിലുള്ള കുബ്ബകൾ ഉണ്ടായിരുന്നതായി പഴയകാല ജന്നത്തുൽ മുഹല്ലയുടെയും ജന്നത്തുൽ ബഖീന്റെയും ഒക്കെ ആ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ഫാത്തിമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഖുബ്ബയുടെ മുന്നിൽ നിന്ന് അവിടെ വെച്ച് ഫാത്തിമ ബീവിക്ക് സലാം ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ അവിടെയാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ ഇപ്പുറം ഭാഗത്ത്, അഥവാ മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ
ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരുടെ ഖബറിന്റെ ഭാഗത്താണ് ഫാത്തിമ ബീവിയുടെ ഖബർ എന്ന് മനസ്സിലാക്കിയതുണ്ട്. അങ്ങനെ ഒരു ധാരണയാണ്. എന്നാൽ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നേരെ എതിർഭാഗത്താണ്. അവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം ചൊല്ലിയിട്ടുണ്ടത്രേ. അത് മഹാനവറുകൾക്ക് ലഭിച്ച കശ്ഫായിരിക്കും. അങ്ങനെ കശ്ഫ് കൊണ്ട് മഹാന്മാര് ചില കാര്യങ്ങൾ അറിയും. ആ അറിയുന്ന കൂട്ടത്തിൽ അങ്ങനെ അറിഞ്ഞു എന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായിരുന്നാലും അബ്ബാസ് റളിയല്ലാഹു മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ കശ്ഫ് പ്രകാരം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ ജന്നത്തുൽ ബഖീൽ കിടക്കണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും അതൊരു വിശാലമായ ചർച്ചയാണ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവര് വഫാത്തായപ്പോ അലിയാർ റളിയല്ലാഹു അൻഹു പാടിയ വരികളുണ്ട്. അറാഇലലുദ്ദുനിയ അലയ്യ കസീറത്തുൻ വസ്വാഹിബുഹാ അത്തൽ മമാതി അലീലു لكل اجتماع من خليلين فرقة وكل الذي دون الفراق قليل. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ വേളയിൽ, വഫാത്തിന്റെ ശേഷം അലിയാർ തങ്ങൾ പാടിയ പാട്ടുകളാണിത്. അറാഇലലുദ്ദുനിയ അലയ്യ കസീറത്തുൻ വസ്വാഹിബുഹാ അത്തൽ മമാതി അലീലു. ദുനിയാവിൽ ധാരാളം പ്രയാസങ്ങളുണ്ട്. അറാഇലലുദ്ദുനിയ അലയ്യ കസീറത്തുൻ, ദുനിയാവിൽ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ വസ്വാഹിബുഹാ അത്തൽ മമാതി അലീലു, ദുനിയാവിൽ ജീവിക്കുന്നവന് മരണം വളരെ പ്രയാസമുള്ള കാര്യമാണ്. വസ്വാഹിബുഹാ അത്തൽ മമാതി അലീലു, എന്നാൽ ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്ക് മരണം വരെ പ്രയാസങ്ങളായിരിക്കും. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് മരണത്തോടുകൂടി ആ പ്രയാസങ്ങളൊക്കെ തീരും എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടുന്നത്. കാരണം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്കും വേദനകൾക്കും യാതൊരു കയ്യും കണക്കുമില്ല. ഒരുപാട് വേദനകൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഒരാള് ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഖബർ ധാരാളം പ്രയാസമുള്ളതാണ് എന്നാണ്. അല്ല, ഖബർ പ്രയാസമുള്ളതല്ല. കാരണം ദുനിയാവിൽ അയാൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു അവിടെ പ്രതിഫലങ്ങൾ കാത്തുകിടക്കുകയാണ്. നമുക്കിവിടെ ഒരു തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രയാസമാണ് ഉണ്ടാകും. ഒരു പക്ഷേ 20 റക്അത്ത് നിസ്കരിക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴുള്ള പ്രയാസമുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് അവരതിനു വേണ്ടി തയ്യാറാകുമ്പോ, അതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോ
അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങള് അത് വളരെ വലുതാണ്. ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖതൂൻ വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി ഖലീലൂ. എല്ലാവരും എത്ര വലിയ കൂട്ടുകെട്ടായാലും ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖതുൻ, എത്ര വലിയ കൂട്ടുകെട്ടായാലും എത്ര വലിയ ബന്ധമായാലും ആ ബന്ധത്തിനെല്ലാം ഒരു വേർപാടുണ്ട് എന്ന് അലിയാര് തങ്ങൾ പാടുകയാണ്. എത്ര വലിയ കൂട്ടുകെട്ടായാലും ഒരു ദിവസം അതിനൊക്കെ ഒരു വേർപിരിയലുണ്ട്. നമുക്കാർക്കും വേർപിരിയാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നമ്മൾ മടങ്ങിയേ മതിയാകും. വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി ഖലീലൂ. അങ്ങനെ ഇല്ലാത്തവർ ചുരുക്കമാണ്. എപ്പോഴും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ആ ഒരുമിച്ച് കൂടലുകൾക്കെല്ലാം ഒരു ഫിർഖത്തുണ്ടാകും. അത് നമ്മള് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു ദിവസം എന്തായാലും നമ്മൾ വേർപിരിഞ്ഞിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം വരാനുണ്ട്. ദലീലുൻ അലാ അല്ലാ യദൂമു ഖലീലൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടുകയാണ്, പറയുകയാണ്, എന്തായാലും ഒരു വേർപാട് എല്ലാവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യും. എത്ര വലിയ കൂട്ടുകെട്ടായാലും എത്ര വലിയ ബന്ധങ്ങളായാലും ഒരു ദിവസം വേർപിരിയുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനിക്ക് വരാനുണ്ട്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാട് വിശദീകരിക്കുകയാണ് മഹാന്മാർ. വല്ലാത്തൊരു വേർപാടാണ്. അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിജ്റ പോയ സമയത്ത് അബിശയിൽ വെച്ച് ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറയുന്നുണ്ട്. മഹദിയായ ബീവി ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ യഥാർത്ഥത്തിൽ വഫാത്താകുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. ആ ജ്യേഷ്ഠത്തിയോട് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനം വഫാത്താകാൻ വേണ്ടി നിൽക്കുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് എങ്ങനെയാണ് ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിക്കേണ്ടത്, എന്നെ കഫൻ ചെയ്യേണ്ടത്, എന്നെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖീൽ രാത്രി എന്റെ ജനാസ മറവ് ചെയ്യേണ്ടതാണ്. ഈ രാത്രി മരിച്ചാല്
മരിച്ചാൽ എന്റെ ജനാസ രാത്രി മറവ് ചെയ്യരുതെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, അല്ലേ? അങ്ങനെ പറയുന്ന സ്ത്രീകളുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ രാത്രി മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രത്യേകം പറഞ്ഞു വെക്കുന്നവരുണ്ട്. എന്താ അതിൽ ഒരു കുഴപ്പമില്ല. രാത്രി കബറടക്കിയാല് കബറിൽ ശിക്ഷയില്ല, പകലിൽ കബറടക്കിയാൽ കബറിൽ ശിക്ഷയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നേരെ തിരിച്ച് രാവിലെ കബറടക്കിയാല് കബറ് നല്ല വെളിച്ചം കിട്ടും, രാത്രി കബറടക്കിയാല് കബറിൽ പൂർണ്ണമായി ഇരുട്ടായി പോകും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ പലരും പല സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉസ്താദെ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാത്രി എന്നെ മറവ് ചെയ്യണ്ട എന്ന്. മരിച്ചാ വേഗം മറവ് ചെയ്യാം, അത് രാത്രി പകല് എന്നൊരു വ്യത്യാസമൊന്നുമില്ല. രാത്രി ഒരാൾ മറവ് ചെയ്തുകൊണ്ട് കബറിൽ ഇരുട്ട് കുറയും അല്ലെങ്കിൽ കൂടും, പകല് മറവ് ചെയ്താൽ കബറിൽ ഇരുട്ട് കുറയും. അത് കബറിലൊക്കെ കണക്കാ. കല്ല് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കബറും കൂരിരുട്ടാണ്. അപ്പൊ ആ കബറ് രാവിലെ കബറടച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ രാവിലെ റൂം മൂട്ടിയാല് ആ റൂം എല്ലാ വെളിച്ചവും നമ്മൾ അടച്ചു കഴിഞ്ഞാൽ, കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ ഇരുട്ടുന്നല്ലേ. എന്നതുപോലെ കബറടക്കിയാൽ എല്ലാ കബറും ഇരുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാന് എന്നെ രാത്രി കബറടക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് തന്നെ എന്താണ്? ഞാൻ മരിച്ചാൽ എന്നെ ജന്നത്തുൽ ബഖീയയില് രാത്രി കൊണ്ട് മറവ് ചെയ്യണം. മരിച്ചാ പിന്നെ എങ്ങനെ ആരെ കാത്തിക്കാൻ പാടില്ല, വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കാൻ കഴിയും അത്ര പെട്ടെന്ന്. അതാണ് ഒരു മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദ. അല്ലാതെ മയ്യത്തിനെ ആളുകളെ വെച്ച് ഇങ്ങനെ കാത്തു നിൽപ്പിക്കുക എന്നത് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഖദ്ദിമൂനി 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 ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് മയ്യത്ത് പറയുമത്രേ. ഇത് നമ്മളിങ്ങനെ വൈകിപ്പിക്കാം, പിന്നെ എടുത്തു വെക്കുകയാണ്. അവര് വരാനുണ്ട്, ഇവര് വരാനുണ്ട്, അയാള് വരാനുണ്ട്, ഇയാള് വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. രാത്രി മരിച്ച മയ്യത്ത് പിറ്റേ ദിവസം രാത്രി കബറടക്കിയ സംഭവങ്ങളൊക്കെ ഇല്ലേ, ആർക്കോ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ മയ്യത്ത് കാണണമെങ്കിൽ വരാനും കാണാനും ഒക്കെ മുമ്പ് ഒരുപാട് സമയമുണ്ടായിരുന്നു. ഉമ്മ ലോകത്തിലാണെങ്കിൽ ഉമ്മാനെ കാണാനും വരാനും ഉമ്മാനോട് വസിയത്ത് ചെയ്യാനും ദ്വാരപ്പിക്കാനും അങ്ങനെയൊക്കെ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും മുതിർന്നില്ല, അതിലൊന്നും വന്നില്ല, സമയം കൂടിയില്ല. അപ്പോ പിന്നെ എപ്പോഴാ വരുന്നത്? ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ വിദേശത്തുനിന്ന് വരികയാണ്. അപ്പൊ ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി മണിക്കൂറുകൾ, ദിവസങ്ങളോളം കാത്തു നിൽക്കുകയാണ്. ചെയ്യുന്ന മയ്യത്തിനോട് ചെയ്യുന്ന വലിയ അപരാധമാണ്. അങ്ങനെ ഒരാള് മയ്യത്ത് ഇനിയിപ്പോ എന്നാൽ എന്താ, അങ്ങനെ കാണണമെങ്കിൽ നേരത്തെ വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇനി പെട്ടെന്നൊരാൾ മരണപ്പെട്ടാൽ തന്നെ അയാളെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗത്യം. കുറഞ്ഞ സമയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും എന്ന് വെക്കാം, ആളുകളൊക്കെ ഉണ്ടാകും, കുടുംബങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും വളരെ വേഗത്തിൽ മയ്യത്തുകളെ ഖബറിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ് റെഡിയാക്കി വെക്കണം. ഏതായിരുന്നാലും എന്നെ രാത്രി മറവ് ചെയ്യരുത് എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്നെ രാത്രി മറവ് ചെയ്യണം എന്നാണ്. മഹാന്മാരെ ഇന്നഹാ ഫാത്തിമത്തു സഹ്റാ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ അതിന് മഹാന്മാര് പറയുന്നുണ്ട്. ഒന്നാമതായി, രാത്രിയായാൽ എന്റെ ശരീരം ആരും കാണുകയില്ലല്ലോ, ശരീരത്തിന്റെ ആകൃതി കാണുകയില്ലല്ലോ.
രാത്രി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ രാത്രി ഇരുട്ടല്ലേ, അപ്പൊ ആ ഇരുട്ടത്ത് എന്റെ ശരീരത്തിന്റെ ആകൃതി ആളുകൾ കാണുകയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മരിച്ച് ഖബറിലേക്ക് ജനാസ വെച്ച് കഴിഞ്ഞ് ഖബറിൽ നടക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് എന്താണ്? ശരീരത്തിലെ തൊലിയോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തില് ഒരു പിടി മണ്ണ് വെക്കാനുണ്ട്. ഒരു പിടി മണ്ണ് വെക്കാനുണ്ട്. എല്ലാവരുടെയും ജനാസ ഖബറിലേക്ക് എത്തിയാൽ ഒരു പിടി മണ്ണ് വെക്കും. ആ മണ്ണിങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണ് അവിടെ ചൊല്ലേണ്ടത്? 3 തവണ ചൊല്ലണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇത് 3 തവണ പാരായണം ചെയ്തതിന്റെ ശേഷമാണ് ഒരു ജനാസ ഖബറിലേക്ക് വെച്ചതിന്റെ ശേഷം അയാളുടെ ആ ജനാസയിലുള്ള കഫൻ തുണി അഴിച്ചു മാറ്റുകയാണ്, തലയുടെ ഭാഗം. എന്നിട്ട് കവിൾത്തടത്തിലേക്ക് ആ തൊലിയിലേക്ക് ചേരുന്ന രൂപത്തിൽ ഈ മണ്ണ് എടുത്തു വെക്കണമെന്നാണ്. അങ്ങനെ മണ്ണ് എടുത്തു വെക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നത്, അങ്ങനെ അഥവാ മണ്ണ് എടുത്തു വെക്കേണ്ടി വരുന്ന സമയം, ആ സമയത്ത് ഒരു കാരണവശാലും എന്റെ ഒരു മുടി പോലും ആളുകൾ കണ്ടുപോകരുത്. അങ്ങനെ ഒരു നിയ്യത്ത് കൂടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു അത്രേ. അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഖബറിനെ കുറിച്ച് മഹാന്മാര് പിന്നെയും ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. മഹദി അവരുടെ വഫാത്ത് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങള് വഫാത്തായിട്ട് 6ാമത്തെ മാസത്തിലാണ്. റമളാൻ 3 ഹിജ്റ 11. ഹിജ്റ 11 പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് 11ാമത്തെ വർഷം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് റമളാൻ 3 അന്ന് വഫാത്താവുകയാണ്. 29 വയസ്സായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ ബീവിയുടെ വയസ്സ് 29 വയസ്സായിരുന്നു. അങ്ങനെ മഹദിയവറുകളെ വഫാത്താകുന്ന വേളയിൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അല്ലയോ അലിയാര് തങ്ങളെ, ഞാനിതാ യാത്ര പോകാൻ പുറപ്പെടുകയാണ്. ഇനി എനിക്ക് കൂടുതൽ സമയങ്ങളില്ല, സന്ദർഭങ്ങളില്ല. റബ്ബിലേക്ക് ഞാൻ യാത്ര പോകാൻ അടുത്തിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്റെ മക്കളുണ്ട് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെ നല്ല നിലക്ക് നോക്കണേ, അവരെ വേദനിപ്പിക്കരുത്, അവരെ അടിക്കരുത്, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒന്നും പറയരുതേ.
സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് മക്കളാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒന്നും വലിയാര് തങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. വളരെ ശ്രദ്ധയോടുകൂടെ എന്റെ മക്കൾ നിങ്ങൾ പരിചരിക്കണം. എന്നിട്ട് മക്കൾക്കൊക്കെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെ മക്കളുടെ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പ്രായമുള്ള മക്കളല്ലേ, അപ്പോഴും അതേ ആ മക്കളെ ഒഴിവാക്കി ഞാൻ റബ്ബിലേക്ക് യാത്ര പോവുകയാണെന്ന എല്ലാ ഉറപ്പുകളും ഫാത്തിമ ബീവിക്ക് ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളാണെങ്കിൽ എന്തൊക്കെ വെപ്രാളങ്ങളായിരിക്കുമല്ലേ. മരണം എപ്പോഴാണ് എന്ന് അറിയിച്ചു തരാത്തത് തന്നെ അതിന്റെ പേരിലാണ്. ഇന്ന ദിവസമാണ് മരിക്കാന്ന് നമ്മൾ അറിഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്തായിരിക്കും, നമ്മളെ വെപ്രാളം എന്തായിരിക്കും? മരിച്ചു കഴിഞ്ഞാലുള്ള വെപ്രാളം എന്താണ് തന്നെ നമുക്കറിയാം. മരിക്കുമെന്ന് അറിഞ്ഞാലുള്ള വെപ്രാളം എന്തായിരിക്കും? അപ്പൊ അതൊക്കെ അള്ളാഹു അറിയിച്ചു തരാതിരിക്കുന്നത് നമ്മുടെ ഖൈറിന് വേണ്ടിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ വെപ്രാളങ്ങളൊന്നുമില്ല. കാരണം പോകുന്നത് സ്വർഗത്തിലേക്കാണ്, ആനന്ദത്തിലേക്കാണ്, മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാണ്. പക്ഷേ മക്കളെ വേർപിരിയുമ്പോഴും ആ വെപ്രാളങ്ങളൊന്നുമില്ലാതെ സുഖസുന്ദരമായ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ വിരഹത്തിന്റെ ദുഃഖം എന്തായാലും ഉണ്ടാവാതിരിക്കുകയില്ല. ആ വിരഹവേദന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോടാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നു. 29ാമത്തെ വയസ്സില് റമളാൻ 3 ഒരു വെള്ളിയാഴ്ച ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നു. ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് വഫാത്തായത്. സുബ്ഹാനല്ലാഹ്, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് വഫാത്ത് നടക്കുന്നത്. വഫാത്തായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ആ മരണം സംഭവിക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു. ഒരു മറക്ക് അപ്പുറത്ത് അവരൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു മരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വേദനിക്കുകയാണ്. وإذا افتقادي فاطمة بعد أحمدي دليل لا ألا يدوم خليل. ഈ വേർപാട് വൈൻഫ്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാട്, ഫാത്തിമ ബീവി നമ്മളെ തൊട്ട് വിട പറഞ്ഞത് ദലീലുൻ അലാ അല്ലാ യദുമാ ഖലീലു, ഒരാളും സ്ഥിരമായി ഒരാൾക്കും കൂട്ടിനുണ്ടാവുകയില്ല എന്നതിന്റെ ദലീലാണ്, എന്നതിന്റെ തെളിവാണ്. ഒരാൾക്കും ഒരാളും എന്നും കൂട്ടിനുണ്ടാവുകയില്ല.
അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ എത്ര വലിയ കൂട്ടുകെട്ടായാലും, ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും. ഇത്ര വലിയ ബന്ധമായിരുന്നു അവര്. ലോകത്തെ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വലിയ മാതൃകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഉസ്താദുമാരൊക്കെ നിക്കാഹിന്റെ വേളയിൽ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി الزوجين كما ألفت بين علي بن أبي طالب وفاطمة الزهراء رضي الله عنها. അല്ലാഹുവേ, ഈ ഭാര്യ ഭർത്താക്കന്മാരെ നീ ഒരുമിച്ച് കൂട്ടണേ, ബന്ധിപ്പിക്കണേ, ഇവരെ നല്ല ഭാര്യ ഭർത്താക്കന്മാരാക്കണേ. ഏതുപോലെ അലിയാരി തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും എങ്ങനെയാണോ സ്നേഹത്തോടെ, നല്ല ഇൽഫത്തോടെ, നല്ല കെട്ടുറപ്പോടെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത്, അതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാരെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ ഒരു ദുആ നടക്കാറുണ്ട്. പക്ഷെ ആ ദുആ പലപ്പോഴും അള്ളാഹു സ്വീകരിക്കപ്പെടാറില്ലേ എന്ന് ഈ പുതിയ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. എത്രയാണ് കല്യാണങ്ങളല്ലേ, ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നല്ല റാഹത്തുള്ള ഖൈറായ ഇണകളെ കൊടുത്ത് നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. സ്വാഭാവികമായുള്ള അങ്ങനെയുള്ള ബന്ധവിച്ഛേദനങ്ങളൊക്കെ ഉണ്ടാകാം. വിവാഹം കഴിഞ്ഞ് കല്യാണം അങ്ങനെ അറിയാതെ എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിനല്ലാതെ വളരെ അത്യന്താപേക്ഷിതമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ വിവാഹം ഒഴിവാക്കപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ ഇന്നതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. വിവാഹ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അതൊരു വേദനയോടുകൂടെ കാണേണ്ട വിഷയല്ലേ. കാരണം ജീവിതത്തിലേക്ക് ഒരു ഇണ വന്നു, അള്ളാഹു ഒരു ഇണയെ തന്നു. ആ തന്ന ഇണ ഏതോ ഒരു കാരണത്താൽ ആ ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നാൽ അതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം വരെ ഉണ്ടല്ലോ, ഒരു ഇദ്ദയുണ്ടല്ലോ. കുറഞ്ഞ കാലം മരണം സംഭവിച്ചത് സമയത്തുള്ള ഇദ്ദ അല്ലെങ്കിലും, ആ രൂപത്തിലുള്ള ഇദ്ദ അല്ലെങ്കിലും, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇദ്ദയില് വെളുത്ത വസ്ത്രം ധരിക്കണം. അതുപോലെ തന്നെ അവര് പരമാവധി വെള്ള വസ്ത്രമാണ് ധരിക്കാറുള്ളത്. അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ ഭർത്താവിന്റെ മരണത്തിൽ വേദനയോടുകൂടെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഈ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമുള്ള ത്വലാഖിനു ശേഷമുള്ള ഇദ്ദ അങ്ങനെയൊന്നുമല്ലെങ്കിലും, ഈ ഭാര്യ ഗർഭിണിയാണോ എന്നറിയാനുള്ള ഒരു 3 മാസക്കാലമാണെങ്കിലും അതിന് പുതിയ സംവിധാനങ്ങൾ ഉണ്ടായി എന്ന് വന്നാലും അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത്. ഒരു 3 മാസക്കാലം അവര് അങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങളിൽ നിന്ന് ഏർപ്പെടാൻ പാടില്ല എന്നതാണ് ദീൻ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെങ്കിലും ആ സമയത്തും അവരുടെ കൽബില് ഒരു ചെറിയൊരു ഉണ്ടാകണം. കാരണം അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയൊരു ജീവിതം, അത് ചില കാരണങ്ങളാണ് എനിക്ക് ഒഴിവാക്കപ്പെട്ടല്ലോ റബ്ബേ. പക്ഷെ ഇന്ന് അത് ഒരു ആഘോഷമായി കൊണ്ട് നടക്കുകയാണ്. ഇന്നെന്താണ് ട്രെൻഡാണ് ഡൈവോഴ്സ്, കേക്ക് മുറി, അങ്ങനെ പോസ്റ്റർ. ഇനി അടുത്ത കാലത്ത് ഇപ്പൊ കേക്ക് മുറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഒരു പോസ്റ്ററും കൂടി ഇനിയിപ്പോ ഇറങ്ങാൻ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷനാക്കി ഇനിയിപ്പോ അത് ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരാൻ പോവാണ്. എന്തെല്ലാം കാണേണ്ടി വരും ദുനിയാവില്, അല്ലെ? ഇപ്പോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയകളിലാണ് ഇപ്പൊ അതിന്റെ തരംഗം. സോഷ്യൽ മീഡിയകളിൽ ഇടുകയാണ് ഈ ഡൈവോഴ്സ് കേക്ക് മുറി. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ഈ കുറച്ചൊക്കെ ചെറിയ ഈ കുടുംബ ബന്ധത്തിൽ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. അവർ ഈ വിഷയങ്ങൾ ഇങ്ങനെ കാണുമ്പോ അപ്പൊ ഇവര് എന്താണ് ഈ കേക്ക് മുറിച്ചിട്ട് എന്താ ചെയ്യുന്നറിയോ? ഇവർ ഈ കേക്ക് മുറിക്കുന്നത് വീഡിയോയിൽ പകർത്തുകയാണ്. ഡൈവോഴ്സ് കേക്ക് മുറി ആഘോഷിക്കാൻ. എന്നിട്ട് ഈ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം അവർ ആ വീഡിയോ അവരെ കട്ട് ചെയ്യാണ്. അതവര് അപ്പൊ അപ്ലോഡ് ചെയ്യുന്നില്ല. പിന്നീട് ഇവരെന്താക്കുന്നു, പിന്നെ
ഇവിടെ ഇവര് സ്വതന്ത്രമായി ടൗണുകളിലേക്ക് പോകുന്നു, യാത്ര ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ സ്വന്തം പകർത്താണ്. ഞാനിപ്പോ ഒറ്റക്കാണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എനിക്കിനി എന്തും ചെയ്യാം, സ്വാതന്ത്ര്യമാണ്. എനിക്ക് ഭർത്താവിന്റെ അനുവാദം വേണ്ട, സമ്മതം വേണ്ട, ഞാനിപ്പോ സ്വതന്ത്രയായി. അങ്ങനെ ഇവര് കുറഞ്ഞ ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ ഡൈവേഴ്സായ ആളുകള് കുറഞ്ഞ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഒരുമിച്ച് കൂടാൻ, എന്നിട്ടൊരു പാർട്ടി ആക്കുക, എന്നിട്ട് കേക്ക് മുറിക്കുകയാണ്, എന്നിട്ട് അതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ്. എന്നിട്ട് ഇവര് പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയാണ്. എന്തോ ഒരു കാരണത്താൽ ആ ബിസിനസ് ക്ലിക്കാവുന്നു. ക്ലിക്കായ ബിസിനസ്സിനെ ഇവരെന്താക്കുകയാണ്, വീഡിയോയിൽ പകർത്തുകയാണ്. എന്നിട്ട് ഇതൊക്കെ പാടൊരു വീഡിയോ ആക്കി മാറ്റാണ്. ഏത് കല്യാണം ഡൈവോഴ്സ് ചെയ്യുന്നത്, അതിനുശേഷം ഈ ഡൈവോഴ്സ് ചെയ്ത ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, അവരൊന്നായി കേക്ക് മുറിക്കുന്നത്, എന്നിട്ട് കേക്ക് മുറിച്ചതിന്റെ ശേഷം ഇവര് പുതിയ ബിസിനസ് തുടങ്ങുന്നത്, ബിസിനസ് തുടങ്ങിയതിനു ശേഷം എനിക്കിപ്പോ മാസത്തിൽ ഇങ്ങനെ വരുമാനം വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു മൊത്തത്തിലുള്ളൊരു വീഡിയോ ഇത് ഇവരുടെ ചാനലിൽ ഇവർ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ കാണുകയാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ ആണെങ്കിലോ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴാണ് ഡൈവേഴ്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കാത്തുകിടക്കുകയാണ്. ഇനി വേണോ വേണ്ടേ എന്ന സംശയത്തിലാണ്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടയോ എന്നുള്ള ഒരു ചെറിയ അരമനസ്സുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. ഏതൊരു കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബ ജീവിതം ഇല്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എല്ലാ കുടുംബ ജീവിതങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞിട്ടില്ലേ ഭാര്യമാര്? അവരുടെ ഭാര്യ വിഷമം പറഞ്ഞില്ലേ, പരാതി പറഞ്ഞില്ലേ? അപ്പൊ ഏത് ഭാര്യ ഭർത്താക്കന്മാർക്കുമിടയിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടാകും, സ്വാഭാവികമാണ്. വലുതല്ല ചെറുതുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ബന്ധത്തിന് ഒരു കോട്ടവും ഒരു കുറവും സംഭവിക്കാതിരിക്കാൻ നമ്മള് അങ്ങേയറ്റത്തെ ക്ഷമ ഉണ്ടാകേണ്ടി വരും. വളരെയധികം ക്ഷമിക്കേണ്ടി വരും. ഒരുപാട് നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ക്ഷമിച്ചിട്ട് ഒരു നിലക്കും ഒക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദീൻ അതിനൊക്കെ ചില വഴികൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാൽ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു അരമനസ്സുമായി കഴിയുന്ന ആളുകളുണ്ടാവും. ഈ അരമനസ്സുമായി കഴിയുന്ന ആള് ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കുക. മൊബൈൽ നോക്കുമ്പോ കാണുന്നത് ഡൈവോഴ്സ് ചെയ്ത പെണ്ണിന്റെ വീഡിയോയാണ്. ആ വീഡിയോയില് ഈ പെണ്ണ് ആർമാദിക്കുകയാണ്, കേക്ക് മുറിക്കുകയാണ്, ഒറ്റക്ക് ടൗണിലേക്ക് പോവുകയാണ്, ഡയലോഗ് പറയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനിപ്പോ സ്വതന്ത്രയായിട്ടുണ്ട്. എന്നിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നു, കച്ചവടം ഉണ്ടാക്കുന്നു, പൈസയുണ്ടാക്കുന്നു. ഇത് കാണുന്ന ഒരു പെണ്ണ് വിചാരിക്കുന്നു, എനിക്കും ഇത് തിരഞ്ഞെടുത്താൽ എന്താ, എനിക്കെന്തെങ്കിലും തിരഞ്ഞെടുത്താല് ഞാനെന്തിനിങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നു, ഞാനെന്തിനിങ്ങനെ വെറുതെ വിഷമിക്കുന്നു? ഒരു ഡൈവോഴ്സ് അങ്ങ് നടത്തുക, കേക്ക് അങ്ങോട്ട് മുറിക്കുക, ഇറങ്ങി പുറപ്പെടുക, ബിസിനസ് അങ്ങോട്ട് ചെയ്യുക, അടിച്ചുപൊളി. പക്ഷേ ഇത് ഏതോ ഒരാൾ ക്ലിക്കായിട്ടുണ്ടാവും. എല്ലാരും ബിസിനസ് ചെയ്താൽ ക്ലിക്കാവും. അതൊക്കെ വെറുതെ ധാരണയാണ്. എല്ലാരും ബിസിനസ് ചെയ്തിട്ട് ഉഷാറാവലില്ല. ഏതോ ഒരാള് ഏതെങ്കിലും ഒരു സമയത്തുള്ള നല്ല സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാരണങ്ങളാൽ ഒരാളുടെ ബിസിനസ് ക്ലിക്കായി എന്ന് വരും. അപ്പൊ ഈ പെണ്ണ് വിചാരിക്കുകയാണ്, ഞാനും അങ്ങനെയൊക്കെ പുറപ്പെട്ട് ഒരു ബിസിനസ് തുടങ്ങി ഞാൻ ഉഷാറാവും. അങ്ങനെ നോക്കുമ്പോ ഇത് പിടിച്ചതിനേക്കാളും വലിയ മാളത്തിലാണെന്ന് പറഞ്ഞ മാതിരി ഒരു നിലക്കും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണില്ല. ഈ ബന്ധം വിച്ഛേദിച്ചത് ഞാൻ വെറുതെ ആയി പോയല്ലോ, അന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ചെറിയ അല്ലറ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ജീവിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കൃത്യമായി ഭക്ഷണം കിട്ടിയിരുന്നു, കൃത്യമായി വസ്ത്രം കിട്ടിയിരുന്നു, കൃത്യമായി നല്ല സൗകര്യമുള്ള വീടുകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ബിസിനസ്സുകളൊക്കെ തേടി പുറപ്പെട്ടതാണ്. അവസാനം ഒന്നുമില്ല, എല്ലാം ഇല്ലാതെയായി അവസാനം ഖേദിക്കേണ്ടി വരുന്ന ഒരുപാട് സംഭവങ്ങള് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും രണ്ട് കാര്യമല്ല, ഒരുപാട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം. അതാണ് അലിയാർ തങ്ങൾ പറയുന്നത്, ദലീലുന്നല അല്ലാ യദൂമ ഖലീലോ, ഒരാളും സ്ഥിരമായി ഉണ്ടാവുകയില്ല എന്നതിന് എനിക്ക് തെളിവാണ് എന്റെ ഫാത്തിമയുടെ വേർപാട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇതൊരു തെളിവാണ്, ഒരാളും ഒരു കാലത്തും ഒന്നിച്ച് ജീവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അലിയാർ തങ്ങളെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന വേളയിൽ അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം അലിയാർ തങ്ങള് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു കൊടുത്തൊരു സൗഭാഗ്യം മറ്റൊരു മക്കൾക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹിന്റെ റസൂൽ ദിവസം ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ, ഭർത്താവിനെയും 2 മക്കളെയും കൂട്ടി എന്റെ അടുത്തേക്ക് വരണം. അങ്ങനെ 4 പേരും വന്നു. അവരെല്ലാവരെയും അള്ളാഹുവിന്റെ റസൂല് ഒരു പുതപ്പിന്റെ ഉള്ളിൽ കൂട്ടുകയാണ്. ഒരു പുതപ്പിന്റെ ഉള്ളിലാക്കുകയാണ്. ഖൈബറിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഖൈബറിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പുണ്ടായിരുന്നു മുത്തുനബിയുടെ അടുക്കൽ. ആ പുതപ്പെടുത്തിട്ട് എല്ലാവരെയും പുതച്ചു, മുത്തുനബിയും അതിന്റെ ഉള്ളിൽ കൂടി. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഓ അലിയാർ തങ്ങളെ, ഫാത്തിമ, ഈ 4 പേരെയും ആ പുതപ്പിന്റെ ഉള്ളിൽ കൂട്ടുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് പ്രഖ്യാപിക്കുകയാണ്, ഇത് എന്റെ അഹ്ലു ബൈത്താണ്. ആ അഹ്ലുൽ കിസാ, ഇവരാണ് പിന്നീട് അഹ്ലു ബൈത്തായി മാറുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് ഈ ഒരു പരമ്പരകളിലുള്ളവരാണ്. മറ്റുള്ളവരൊക്കെ മുത്തുനബിയുടെ മക്കളാണെന്ന് പറയാമെങ്കിലും അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ആ വലിയ പദവി, അത് വലിയൊരു പദവിയാണ്, വലിയൊരു പദവിയാണ്. ചെറിയ നിസ്സാരമായൊരു കാര്യമല്ല, വലിയ ഒരു പദവിയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന പദവി. അതിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് മുത്തു റസൂലുള്ളാഹിന്റെ മക്കളാവുക എന്നത്. ആ മക്കളാവുക എന്ന സൗഭാഗ്യം ചെറിയ നിസ്സാരമായൊരു കാര്യമല്ല. അവര് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. അവര് കൂടുതൽ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കൂടുതലായി കാണേണ്ടത്. അങ്ങനെയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. മറ്റുള്ള സ്ത്രീകളെ പോലെ കൂടുതൽ അവര് മറ്റുള്ള സ്ത്രീകളെക്കാളും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാകുന്ന സ്ത്രീകൾ കൂടുതൽ ഹിജാബുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകളുമാണ്. അത് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചാൽ ഒരുപാട് സമയം അതിന് വേണ്ടി വരും. എന്റെ വിഷയം അതല്ല. മഹദിയായ ഉമ്മ ബീവി ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ, ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ.
കബൂൽ ചെയ്യണേ അല്ലാ. ഈ സന്ദർഭത്തില് ഉമ്മാന്റെ പേരില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു 100